ഹലോ, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പേളിമായുടെ ഷോ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷെയ്ൻ നിഗമിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഷെയ്ൻ പറയുന്നൊരു കാര്യം എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ ആ ഒറ്റയ്ക്കിരിക്കുന്നത് നമുക്ക് ആരും ഇല്ലാഞ്ഞിട്ടോ ആരും നമ്മളെ സ്നേഹിക്കാനായിട്ടോ ഒന്നുമല്ല. ആ ഒരു സമയം, അതായത് നമ്മൾ ആ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു സമയമാണ്. അതിൽ പറഞ്ഞ പോലെ നമ്മുടെ മനസാക്ഷിയോ അല്ലെങ്കിൽ ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിയോ അങ്ങനെ നമ്മളിലേക്ക് തന്നെ നോക്കാനായിട്ട് കിട്ടുന്ന ഒരു സമയം, അതായത് ഒരു സെൽഫ് റിയലൈസേഷൻ. അത് ശരിക്കും എല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ സമയം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എന്നെ മനസ്സിലാക്കിയ ഒരു സമയം, അതായത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെന്നെ ഇഷ്ടമല്ലായിരുന്നു, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതായത് എനിക്കെന്നെ കാണുന്നത് തന്നെ, എന്നെ കണ്ണാടിയിൽ നോക്കുന്നതോ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴുത്ത് വളരെ ചെറുതാണ്, എൻ്റെ ഇരിപ്പ് ശരിയല്ല, എൻ്റെ ഇരിപ്പ് വളരെ ചുളുങ്ങി കൂടിയിട്ടാണ്, എൻ്റെ പല്ല് കാണാൻ ഭംഗിയില്ല, എൻ്റെ ചിരി കാണാൻ ഭംഗിയില്ല. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിൽ തന്നെ. അപ്പോൾ ആ നെഗറ്റീവ്സൊക്കെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പല്ലിന് കമ്പിയൊക്കെ ഇട്ടെങ്കിലും പല്ല് നേരത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ കമ്പിയിട്ടത് എൻ്റെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് ഞാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് ആ പ്രത്യക്ഷത്തിലത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി, ആ ഒരു സെൽഫ് റിയലൈസേഷൻ എന്നുള്ള സംഭവം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്നെയാണ്, എന്നിലുള്ള മീരയെ തന്നെ ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ആ ഒരു സമയത്ത് ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ലുക്ക് എനിക്ക് ഓക്കെ ആയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എങ്ങനെ കുറച്ചും കൂടി എൻ്റെ ചിന്താഗതികളൊക്കെ മാറ്റാൻ പറ്റും, അങ്ങനെ എൻ്റെ ചിന്താഗതികളൊക്കെ ഞാൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ചിരി ഇഷ്ടമാണ്, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാണ്. എൻ്റെ ഇരിപ്പ് ഞാൻ വളഞ്ഞിട്ടാണെങ്കിലും അതിനിപ്പോൾ എന്താ, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലേ. പിന്നെ എൻ്റെ കഴുത്ത് ഓക്കെ, ഈ കഴുത്തിനെന്താ കുഴപ്പം. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ്. ആ കുറവുകളെയൊക്കെ എൻ്റെ കുറവ് എൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കാതെ ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയത് എന്നിലേക്ക് തന്നെ നോക്കിയ സമയത്താണ്. അപ്പോൾ എല്ലാവർക്കും അത് ആവശ്യമാണ് എന്ന് തന്നെ ഞാൻ പറയുന്നത്. നമുക്കൊരു കുറവുണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പടി. നമ്മുടെ നെഗറ്റീവ്സ് എന്താണോ അതിനെ മനസ്സിലാക്കുക. അത് പറ്റുന്നവരാണെങ്കിൽ ഒരു വളരെ വളരെ മോശമായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു സൈഡാണ്, നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന ചില സ്വഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ മാറ്റുക. അല്ലാണ്ട് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ഒരു വയ്യായിക എന്നുള്ളത് നമ്മൾ നെഗറ്റീവായിട്ട് ഒരിക്കലും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൽ നിന്നുകൊണ്ട് നമുക്കെങ്ങനെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എല്ലായിടത്തും എൻ്റെ അനുഭവം ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു.